നമ്മളിലെല്ലാം ഒരുപാട് കഴിവുകൾ വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനത് ചില ഉദാഹരണങ്ങൾ വെച്ച്, പ്രകൃതിയിലെ ചില ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ മഴ കുറച്ച് 2 മാസം മുമ്പാണ് മഴ പെയ്തു തുടങ്ങിയത്. അതിനു മുമ്പ് ഒരു മഴ ഇടവിട്ട് ഒക്കെ കിട്ടിയിരുന്നു. അങ്ങനെ ആദ്യത്തെ മഴകൾ 1-2 കഴിഞ്ഞ് നോക്കുമ്പോൾ നിലത്തൊക്കെ പലതരം ചെടികൾ വളർന്നു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആരാണ് ആ ചെടികൾ മുളയ്ക്കാൻ വേണ്ടതായ വിത്ത് പാകിയത്? നമ്മളാരും പാകിയതല്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? ഓരോ ചെടിയിൽ നിന്നും വിത്ത് നിലത്ത് വീണ് കിടന്നിരുന്നു. നിലത്ത് വീണ് കിടന്നിരുന്ന ആ വിത്തുകൾ അപ്പോഴൊന്നും മുളച്ചില്ല. എന്തുകൊണ്ട് മുളച്ചില്ല? മുളയ്ക്കാനുള്ള തണവ് ഇല്ലാഞ്ഞിട്ടൊന്നും ആവില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ അത് മുളയ്ക്കാം. അപ്പോഴൊന്നും അത് മുളച്ചില്ല. ആ വിത്തുകൾക്കൊക്കെ സെൻസറുണ്ട്. ചുറ്റുപാടിനെയും സെൻസ് ചെയ്ത് നോക്കി തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ആവശ്യത്തിന് വെള്ളം ഇത് മുളച്ച് കഴിഞ്ഞാൽ കിട്ടില്ല, വേനൽക്കാലമാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി അത് മുളച്ചില്ല. അതവിടെ കിടക്കുന്നുണ്ടായിരുന്നു. 3-4 മാസത്തെ കഠിനമായ വെയിൽ ഏറ്റ് അതവിടെ കിടന്നു. അങ്ങനെ മഴക്കാലം വരുന്നതോടുകൂടി അത് മുളച്ചു. ആരും അതിനെന്തെങ്കിലും വളം ചെയ്തിട്ടാണോ അത് വളരണേ? അല്ല, അത് വലിയ കാടായി വളരുകയാണ്. അപ്പോൾ ചുറ്റുപാടിൽ നിന്നും വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാനുള്ള കഴിവും അതിന് കൊടുത്തിട്ടുണ്ട്. പടർന്നു കയറുന്ന ചെടികൾ ചുറ്റും പടരാനൊന്നും ഇല്ലെങ്കിൽ അത് പടർന്ന് കയറില്ല. നമ്മളൊരു കൊമ്പ് കുത്തി കൊടുക്കൊന്നും വേണ്ട, ഒരു ഏറ്റം കുത്തി കൊടുക്കൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു കമ്പിയോ ഇലക്ട്രിക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേ വയറോ എന്തെങ്കിലും ഒരു സംവിധാനം അതിന് സൂട്ടബിളായിട്ട് കിട്ടിയാൽ അതിന്മേൽ കൂടെ അതങ്ങനെ കയറിപ്പോവും. ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ചെടി കയറി ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിൽ കൂടെ കയറി അതിൽ നിന്ന് വീടുകളിലേക്ക് കണക്ഷൻ എടുത്തിട്ടുള്ള ആ വയറുമേൽ കൂടെ കയറി വീട് വരെ എത്തുന്നത് റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വളർത്തിയാൽ ഒരു പക്ഷേ അതുപോലെ വളർന്നൊന്നും വരില്ല. അപ്പോൾ ആ ചെടികളിലൊക്കെ ദൈവം ഒരുപാട് കഴിവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് മനസ്സിലാക്കിയത് 2 കാര്യങ്ങളിൽ നിന്നാണ്. ഞാനൊരു ക്യാമ്പസ് ഡെവലപ്പ് ചെയ്യണ കാലഘട്ടം 2002 അപ്പോൾ ഞാൻ കുറച്ച് ആ പറമ്പിൽ ഒരു ഭാഗത്ത് കുറച്ച് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. കൃഷി ചെയ്യുന്നിടത്ത് വാഴ വെച്ചിട്ടുണ്ടായിരുന്നു, നേന്ത്രവാഴ. ഞാനങ്ങനെ ഒരു ദിവസം അങ്ങനെ നടന്ന് നോക്കുമ്പോൾ നേന്ത്രവാഴയുടെ കടയ്ക്ക് ഒരു മത്ത മുളച്ച് വരുന്നത് കണ്ടു. ഞാൻ ജോലിക്കാരോട് ചോദിച്ചു, നിങ്ങളാരെങ്കിലും ഇവിടെ മത്ത കുത്തിയോ? അപ്പോൾ അവർ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ചാണത്തിൽ നിന്ന് മുളച്ചു വന്നതാണ്. വാഴയുടെ കടയ്ക്ക് ചാണം ഇട്ടിട്ടുണ്ട് അവർ, അതിൽ നിന്ന് മുളച്ചു വന്ന ചാണത്തിൽ എവിടെ നിന്ന് വന്നു? പശുവോ കാളയോ മത്തങ്ങ തിന്നിട്ടുണ്ടാവും, ചീഞ്ഞ മത്തങ്ങ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവും.
അത് ഈ കാള തിന്ന് കാണും, അല്ലെങ്കിൽ പശു തിന്ന് കാണും. അത് ചാണിട്ടപ്പോൾ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഒരു ധ്യാനപൂർവ്വം ചിന്തിച്ചു നോക്കി. ഈ മത്തക്കുരു പശുവിൻ്റെ ആമാശയത്തിലൂടെ കയറി ഇറങ്ങിയതാണ്. പശുവിൻ്റെ ആമാശയത്തിൽ ഒരു അരവ് നടക്കുന്നുണ്ട്. ആ അരവിലൊന്നും കേടുവന്ന് പോയില്ല. അവിടെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിൽ പോലും അത് നശിച്ചു പോയില്ല. അങ്ങനെ പുറത്ത് വന്ന് അത് ചാണത്തിൽ കിടക്കുകയാണ്. ചാണത്തിലായിരിക്കുമ്പോൾ അത് മുളച്ചില്ല. കാരണം അത് സെൻസ് ചെയ്യാനുള്ള കഴിവ് ആ കുരുവിനുണ്ട്. മണ്ണ് വന്നാലേ അത് മുളയ്ക്കുള്ളൂ. ചാണം കൊണ്ടുപോയി മണ്ണിലിട്ടപ്പോൾ ആ കുരു മുളച്ചു വന്നു. ആ മത്തക്കുരുവിന് പോലും ഇത്രയും അധികം കഴിവ് ദൈവം കൊടുത്തിരിക്കുക. വിവേചന വരം കൊടുത്തിട്ടുണ്ട് മത്തക്കുരു. അത് ഏതെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും അതിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അത് ദൈവം അതിന് പ്രകൃതിദത്തമായി കൊടുത്തതാണ്. ഞാനൊരു പേര നട്ടിരുന്നു. ആ പേരേമേ പേരയ്ക്ക ഉണ്ടാവുന്നുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. പേരയ്ക്ക നമ്മൾ മുട്ടിട്ടപ്പോൾ വലിയ സന്തോഷമായി. പേരയ്ക്ക വളർന്ന് അത് പഴുത്തോ ഇല്ലയോ എന്ന് ഇടയ്ക്ക് നോക്കാറുണ്ട്. ഓരോ ദിവസം ചെന്ന് നോക്കുമ്പോൾ അത് പഴുത്തിട്ടില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു ദിവസം ഞാൻ അതിലേ നടക്കുമ്പോൾ ഒരു കാക്ക ആ പേരേമ വന്നിരുന്ന് മറ്റ് കാക്കകളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് ഒന്ന് കൊത്തിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ ആ കാക്കയെ കണ്ടിട്ടില്ല അവിടെ വന്നിരുന്ന് എന്നെ വിളിക്കുന്നത്. ഞാനെന്നും പോയി നോക്കിയിരുന്നു. എനിക്കറിയില്ല പഴുത്തോ ഇല്ലയോ എന്നുള്ളത്. ആ കാക്കയ്ക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ആ പഴുപ്പായ പാകമായ പേരയ്ക്ക പുറത്ത് വിടുന്ന എന്തോ ഒന്ന് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നമ്മൾ പഴുത്തതിനൊരു സ്മെല്ലുണ്ടെന്നറിയാമല്ലോ. അത് വളരെ ദൂരവ്യാപകമാണ് എന്നുകൂടി ഞാൻ പറയും. അകലിരിക്കുന്ന കാക്കയ്ക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവും ദൈവം കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ കാക്ക അല്ലെങ്കിൽ പേരയ്ക്ക ഈ കാക്കയെ ആകർഷിക്കുന്നത്? കാക്കയുടെ വിശപ്പ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാവില്ല. കാക്ക അത് കൊത്തി തിന്നും. ചിലപ്പോൾ അത് കൊത്തിക്കൊണ്ട് പറന്നു പോകും. അതെവിടെയെങ്കിലും നിക്ഷേപിക്കും. അവിടെ അതിൻ്റെ കുരു കിടന്ന് മുളയ്ക്കും. അപ്പോൾ ആ പേരച്ചെടിക്ക് ആരും ശ്രമിച്ചില്ലെങ്കിൽ പോലും സ്വാഭാവികമായി അതിനെ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള, പ്രചരിപ്പിക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിരിക്കുകയാണ്. ചിലപ്പോൾ കാക്ക കാഷ്ടിച്ചെടുത്താവും അതിൻ്റെ കുരു കിടന്ന് മുളയ്ക്കുന്നത്. ഇങ്ങനെ അത് വ്യാപിക്കുകയാണ്. ദൈവം ആ ചെടിക്ക് പോലും ഒരുപാട് കഴിവ് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അതിൽ കൂടുതൽ കഴിവ് തന്നിട്ടുണ്ടാവും. ഈയിടെ സുനാമി ഉണ്ടായി. ഈയിടെ എന്ന് വെച്ചാൽ കുറച്ച് കാലം മുമ്പ്. സുനാമിയിൽ ഒരുപാട് മനുഷ്യർ മരിച്ചുപോയി എന്ന് നമ്മൾ വായിച്ചു. പക്ഷേ വല്ല പക്ഷികളോ മൃഗങ്ങളോ ചത്തുപോയതായിട്ട് കൂട്ടത്തോടെ ചത്തുപോയതായിട്ട് നമ്മൾ വായിച്ചിട്ടില്ല. എന്താ കാരണം? അവർക്കിത് സെൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതിനുള്ള കഴിവ് ദൈവം കൊടുത്തിരിക്കുകയാണ്, സെൻസ് ചെയ്യാനായിട്ട്. പ്രതികൂല സാഹചര്യങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവും അവർക്ക് കൊടുത്തു. മനുഷ്യന് ഇതിനേക്കാൾ കൂടുതൽ കഴിവ് കൊടുത്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷേ മനുഷ്യൻ അത്
തൻ്റെ പാപം കൊണ്ട് അതിനെ മറച്ചു കളഞ്ഞു എന്ന് പറയും. അതിനെ ഷീൽഡ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ പാപമാണ് അവനെ ദൈവത്തിൽ നിന്ന് ഷീൽഡ് ചെയ്യുന്നത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വോളിബോൾ കളി കടന്നു വരികയാണ്. വോളിബോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആ ടീമിലെ മെമ്പേഴ്സൊക്കെ ഇങ്ങനെ കൈകൾ പൊക്കി അതിനെ ഷീൽഡ് ചെയ്യും. അത് ഓപ്പോസിറ്റ് ടീമിന് ആ ബോളിൻ്റെ ഡയറക്ഷൻ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഷീൽഡിങ്ങിൻ്റെ മുകളിൽ കൂടെ ബോൾ പോവും. പക്ഷെ അവർക്ക് താഴെ ഇവിടെ അപ്പുറത്തെ ടീമിൽ ഉള്ളവർക്ക് അത് പെട്ടെന്ന് അതിൻ്റെ ഡയറക്ഷൻ പിടികിട്ടില്ല. അതാണ് നെറ്റ് അവിടെ എത്തുമ്പോഴാണ് അത് ഏത് ഡയറക്ഷനിലാണ് വരണത് എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഷീൽഡിങ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ പാപങ്ങൾ നമ്മളെ ദൈവത്തിൽ നിന്ന് ഷീൽഡ് ചെയ്യുന്നത്. ദൈവം നമുക്ക് നൽകിയ കഴിവുകൾ അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മൾ നമ്മുടെ പാപങ്ങൾ വഴി ഷീൽഡ് ചെയ്യുകയാണ്. ഞാനൊരു കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ജലപ്രളയത്തെക്കുറിച്ചാണ്. 40 ദിവസം തുടർച്ചയായി മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി. നോഹ പെട്ടകത്തിൽ കയറി നോഹയും കൂട്ടരും രക്ഷപ്പെട്ടു. വെള്ളം ഇറങ്ങിയോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് നോഹ ആദ്യം ഒരു കാക്കയെ വിട്ടു. കാക്ക തിരിച്ചു വന്നില്ല. പിന്നീട് ഒരു പ്രാവിനെ വിട്ടു. പ്രാവ് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അത് ഒരു ഒലീവ് ഇല കൊത്തി കൊണ്ടുവന്നിരുന്നു. ഭൂമുഖത്ത് വെള്ളം നിന്നത് 40 ദിവസമല്ല, 40 ദിവസം തുടർച്ചയായി മഴ പെയ്തു എന്നാണ് ബൈബിൾ പണ്ഡിതർ പറയുന്നത്. ഒരുപാട് ദിവസം, എനിക്ക് തോന്നുന്നു 1 വർഷവും 10 ദിവസവും മറ്റോ ആണ് ഭൂമുഖത്ത് വെള്ളം കെട്ടിക്കിടന്നിരുന്നു. ആ വെള്ളത്തിൽ കിടന്നിരുന്നതാണ് ഈ ഒലീവില. ഇത്രയും ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നിട്ടും ആ വെള്ളത്തിന് അതിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആ ഒലീവില ആ വെള്ളത്തിൻ്റെ ഡീക്കേ ചെയ്യാനുള്ള ആ ശക്തിയെ റെസിസ്റ്റ് ചെയ്ത് ഒരു കൊല്ലത്തിലധികം നാൾ കിടന്നു എന്നുള്ളതാണ്. ആ വെള്ളത്തിൽ പൊന്തിക്കിടന്നു. ഈ ഒലീവിലയ്ക്ക് ഇത്രയും വലിയ കഴിവ് കൊടുത്തിട്ടുള്ള തമ്പുരാൻ തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യന് ഇതിനേക്കാൾ വലിയ കഴിവുകൾ കൊടുത്തിട്ടുണ്ടാവില്ലേ? നമ്മൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ദൈവം ഈ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഒലീവിലയ്ക്ക് കൊടുത്ത ആ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള കഴിവ്, അതാണ് നമ്മൾ ഉപയോഗിക്കാതെ പോകുന്നത്. ദൈവം തരാഞ്ഞിട്ടല്ല, അത് ഉപയോഗിക്കാഞ്ഞിട്ടാണ്. പെട്ടെന്ന് ഞാൻ ഒരു 1963 എനിക്കുണ്ടായ ഒരു അനുഭവം ഓർത്തു പോവുകയാണ്. ഞാനന്ന് 1960 ഞാനന്ന് ദേവഗിരി കോളേജിൽ ഒരു അധ്യാപകനായി പ്രവർത്തിക്കുകയാണ്. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ തൊട്ടടുത്ത് അവിടെ ഒരു ഗ്രൗണ്ട് ഒരുക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഒരുക്കുന്നതിന് ബുൾഡോസർ, ഇന്ന് ഞാൻ ബുൾഡോസർ അധികം കാണുന്നില്ല, ഇന്ന് പൊക്കളേനും അങ്ങനത്തെ മെഷീൻസാണ്. ബുൾഡോസർ എന്ന് റോട്ടിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ബുൾഡോസർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അത് മണ്ണൊക്കെ ഇങ്ങനെ മന്തി നീക്കുക, അതുപോലെ മരങ്ങളൊക്കെ ഇടിച്ച് വീഴ്ത്തുക, ഇതൊക്കെയാണ് അതിൻ്റെ പണി. അത് വർക്ക് ചെയ്യുന്ന ഗ്രൗണ്ട് നിരത്തി ഉണ്ടാക്കുക. ഇന്നും മനോഹരമായ ഒരു ഗ്രൗണ്ട് അവിടെ, അന്ന് ഉണ്ടാക്കിയ ഗ്രൗണ്ടാണ് ഇന്ന് അവിടെ ഉള്ളത്.
1960 ആ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം ബുൾഡോസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയം നോക്കണം, ഓഫ് ചെയ്യുമ്പോൾ സമയം നോക്കണം. അന്നത്തെ ബർസാർ, അദ്ദേഹം കൊളംബസ് അച്ഛൻ എന്ന് പറയും, ഫാദർ കൊളംബസ്, അദ്ദേഹമാണ് അതിൻ്റെ ബർസാർ. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ ഫിസിക്സുകാർക്ക് പരിചയമുണ്ട്. അങ്ങനെ എന്നെ ഏൽപ്പിച്ചു. ഞാനത് നോക്കിയിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതാണ്: ബുൾഡോസർ ചെന്ന് ഒരു മരത്തിനെ ഇടിച്ചു വീഴ്ത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ മരം ഈൽഡ് ചെയ്തില്ല. അപ്പോൾ അത് നല്ല റേസ് ചെയ്തിട്ട് അവനെ പോയിട്ട് ഇടിച്ചു വീഴ്ത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിനുള്ള പവർ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിച്ചപ്പോഴാണ് അതിനിടിച്ച് വീഴ്ത്താൻ പറ്റിയത്. നമ്മൾ ഒരു ഗിയറ് തന്നിട്ടുണ്ട്. ഒരു കയറ്റം കയറാനായിട്ട് ലോവർ ഗിയറിൽ പറ്റില്ലെങ്കിൽ, കാറിൽ ഒരു ഗിയറിൽ പറ്റില്ലെങ്കിൽ നമ്മൾ ലോവർ ഗിയർ ഉപയോഗിച്ച് കയറ്റം കയറുന്നത് പോലെ നമുക്കൊക്കെ ദൈവം ഒരു ഗിയർ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് ഇത്തരം സാഹചര്യങ്ങളെയെല്ലാം ഓവർകം ചെയ്യാനുള്ള ആ മനക്കരുത്ത്, അതാണ് നമുക്ക് വേണ്ടത്. നമ്മളൊക്കെ എല്ലാവരും തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. ചുറ്റും ഒരാൾ ഒഴിവില്ല, എല്ലാവരും തന്നെ. വിശുദ്ധരാണെങ്കിൽ അവർ അതിലേറെ പ്രതികൂല സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. നമുക്കൊന്നും അനുഭവപ്പെടാത്ത പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അവരെ വേട്ടയാടുന്നുണ്ടാവും. അവരൊക്കെ എന്താ ചെയ്യുന്നത്? അവരുടെ ഏറ്റവും ശക്തമായ ഗിയർ ഉപയോഗിക്കുന്നു. നമ്മുടെ ശക്തമായ ഗിയർ എന്താണ്? ശക്തമായ പ്രാർത്ഥന, ഉപവാസം, ഇങ്ങനെയുള്ള ആ ഗിയർ ചേഞ്ചുകളിലൂടെ നമുക്കും ഇവയെ ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും. ആ ഗിയർ വീണ്ടും എനിക്ക് പറയാൻ തോന്നുന്നത് യേശുവിൻ്റെ അടുത്താണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, യേശുവിനോട് ഒന്ന് ചേർന്ന് നിന്ന് പഠിക്കാനും വളരാനും അവരെ പരിശീലിപ്പിക്കുക. പക്ഷെ ഇന്നൊക്കെ അങ്ങനെ ചെയ്താൽ അത് പലരും കളിയാക്കുന്നൊക്കെ തോന്നിയിട്ട് പലരും ചെയ്യുന്നില്ല. എനിക്ക് ആ അനുഭവമുണ്ട്. എന്നെയൊക്കെ എൻ്റെ കൊച്ചു ചെറുപ്പത്തിൽ എൻ്റെ അമ്മയും അപ്പനും ഒക്കെ അങ്ങനെ വളർത്തിയതാണ്. സ്കൂളിലെ സിസ്റ്റേഴ്സ് അങ്ങനെ വളർത്തിയതാണ്. LP സ്കൂളിൽ, UP ഹൈസ്കൂളിലൊക്കെ അതുപോലെ അവിടുത്തെ അധ്യാപകർ അവരും അത്തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ നൽകുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ നിലയിൽ ആയി. എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് അത് ലഭിച്ചു. അത് യേശുവിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ്. യേശു പറഞ്ഞു, ആരെന്നോട് ചേർന്ന് നിൽക്കുന്നുവോ അവൻ അധിക ഫലം പുറപ്പെടുവിക്കുമെന്ന്. ഈ ചേർന്ന് നിൽക്കുന്നതിനൊരു മടി എന്താണെന്നോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പ്രതിസന്ധികളിലൊന്നിലും അവർ നമ്മുടെ അടുത്തുണ്ടാവില്ല, നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒരു ചെറിയ സംഭവം ഞാൻ ഓർക്കുകയാണ്. യേശുവിൻ്റെ കൂടെ ഉണ്ടായോ അവരാരെങ്കിലും? 12 ശിഷ്യന്മാരെ 3 വർഷം തീറ്റിപ്പോറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു. എന്നിട്ട് അവരാരും യേശുവിൻ്റെ കൂടെ ഉണ്ടായില്ലല്ലോ. യേശുവിനൊരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മളങ്ങനെ ആരെയെങ്കിലും വളർത്തുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളങ്ങനെ വളർത്തുന്നില്ല, ആരെയും അങ്ങനെ വളർത്തുന്നില്ല.
യേശു ആ 12 ശിഷ്യന്മാരെ മാറോട് ചേർത്ത് വളർത്തിയ പോലെ നമ്മളാരും വളർത്തുന്നില്ല, നമ്മുടെ മക്കളെപ്പോലും. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്: നമ്മുടെ പ്രതിസന്ധികളിൽ ആരും ഉണ്ടാവില്ല. മക്കളോ മരുമക്കളോ ഭാര്യയോ അല്ലെങ്കിൽ കൂട്ടുകാരോ അയൽക്കാരോ ആരും ഒന്നും ഉണ്ടാവില്ല. യഥാർത്ഥമായ പ്രതിസന്ധി അത് ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തരുന്നത് അത് ഈ ലോകത്തിൽ കാണുന്ന ഈ പ്രതിസന്ധികളൊന്നും അല്ല, ആ മരണവിനാഴികയാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു വലിയ കടത്താണ്. ഒരു വലിയ യാത്രയുടെ അറ്റത്ത് ഒരു കടത്ത് കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ട പോലെയാണ്. ആ സമയത്ത് സഹായിക്കാൻ ഇവരാരും ഉണ്ടാവില്ല, ഒരു വ്യക്തി പോലും. ആ യേശു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു കുട്ടി, സജീഷ് എന്ന് പറയുന്ന ഒരു കുട്ടി, അത് ഞങ്ങളുടെ പ്രെയർ മീറ്റിങ്ങിൽ അദ്ദേഹം അവസാനത്തെ പ്രെയർ മീറ്റിങ്ങിൽ പങ്കുവെച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഡോക്ടറൊക്കെ ആയി പോയിട്ട് കൊല്ലങ്ങളായി. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എല്ലാ ബുധനാഴ്ചയുള്ള പ്രാർത്ഥനാ മീറ്റിങ്ങിൽ കുട്ടികൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പങ്കുവെക്കാറുണ്ട്. അവസാനത്തെ മീറ്റിങ്ങിൽ അയാൾ 12ാം ക്ലാസ് കഴിഞ്ഞ് പോവുകയാണ്. ആ മീറ്റിങ്ങിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. അയാളൊരു ഹിന്ദു ബോയാണ്. അവിടെ അപ്പനോ അമ്മയോ ഈ പറയുന്ന തോമസ് മാഷോ അദ്ദേഹം അങ്ങനെ അതും കൂടിയും കൂട്ടിച്ചേർത്തു, നമ്മുടെ കൂടെ ഉണ്ടാവില്ല. തമ്പുരാൻ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തമ്പുരാനെ മുറുകെ പിടിക്കുക. ഒരു കാരണവശാലും ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും തമ്പുരാനെ വിട്ട് ജീവിക്കാനുള്ള ഒരു ദുര്യോഗം നമുക്കുണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ ആ കുട്ടി അന്ന് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഇന്ന് അവർ കൂട്ടുകൂടി നടക്കുന്നത്, അവർ വിശ്വസിച്ച് നടക്കുന്നത് ആരൊക്കെയാണ്? പെൺകുട്ടികൾ ആരൊക്കെയാണ് വിശ്വസിച്ച് നടക്കുന്നത്? ആൺകുട്ടികളും അതുപോലെ തന്നെ. അവർക്ക് തെറ്റിപ്പോയിരിക്കുന്നു എനിക്ക് തോന്നുകയാണ്. ശരിയായ വഴിയിലൂടെ നയിക്കാനുള്ള കടമ മാതാപിതാക്കൾക്ക്, വീണ്ടും വീണ്ടും ഞാനത് പറയുകയാണ്, മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഉണ്ട്. അവരുടെ കടമകൾ വേണ്ടതുപോലെ നിർവഹിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.